അപ്പോൾ ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് കലിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. ഇത് വരുന്നത് ലൊക്കേഷൻ വരുന്നത് രാമനാട്ടുകരയാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനുള്ളിൽ കളക്ഷൻസ് ഒക്കെ നമുക്ക് ആദ്യം പോയി കണ്ടിട്ട്. അപ്പോൾ മക്കളെ, നിങ്ങൾ കണ്ടോളുക, നമ്മളെ കലവറ തുറക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് അവിടുത്തെ കളക്ഷൻസ്. ഓരോരോ പണി എത്ര ഡീറ്റെയിൽ ആയിട്ട്, അതുപോലെ എന്ത് രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഓരോന്നും 10 പവന് താഴേക്കാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് അവിടെ ഉള്ളത് ലൈറ്റ് വെയ്റ്റ് ഗോൾഡ്സ് ആണ് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും പൊതുവെ ഇഷ്ടപ്പെട്ടതും ലൈറ്റ് വെയ്റ്റ് ആണല്ലോ. അപ്പോൾ ഇതൊക്കെ മുത്ത് വന്നിട്ടുള്ള ടൈപ്പ് ഓഫ് മാലകളാണ്. പിന്നെ അതുപോലെ നമ്മളെ സ്റ്റഡുകൾ, കമ്മലുകൾ, അതുപോലെ മോതിരങ്ങൾ, ഇതിൻ്റെയൊക്കെ പല പല വെറൈറ്റികളാണ് കേട്ടോ. ഇനി ഓരോന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇനി ഇതാ ഞാൻ ടോട്ടലി ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കളക്ഷൻസാണ് അവിടെ ഉള്ളത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. രാമനാട്ടുകര ICICI ബാങ്കിൻ്റെ അടുത്താണ് നമ്മളെ ഷോപ്പ് ഉള്ളത്. ഈ പെരുമ്പുക റോഡിൽ, കോഴിക്കോട് റോഡിലാണ്. കുറച്ച് ടൗൺ വിട്ടിട്ടാണ്. നമ്മളെ മെയിൻ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇപ്പോൾ പണിക്കൂലില്ലാത്ത സ്കീമുകളുണ്ട്. 6 മാസത്തെ ഏത് ഓർണമെൻറ്റ്സ് എടുക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഓൾഡ് ഗോൾഡുകളൊക്കെ ഉണ്ടാവും, ഉപയോഗിക്കാത്ത ആഭരണങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിക്കൂലില്ലാതെ ആഭരണം 6 മാസത്തിന് ശേഷം ഇഷ്ടമുള്ള ഏത് ഓർണമെൻറ്റ്സ് എടുക്കാം. അതുപോലെ ഇന്നത്തെ റേറ്റ് പ്രകാരം പണിക്കൂലിയോട് കൂടി ഒരു സ്വർണ്ണം ഒരു പവൻ വാങ്ങുമ്പോൾ 66 റുപ്യ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു സാധാരണക്കാരന് പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിനൊരു 11 മാസത്തെ സ്കീമുണ്ട്. മാസം 5000, 2000, 1000 ഒക്കെ വെച്ചിട്ട് 11 മാസം അടച്ചിട്ട് പണിക്കൂലില്ലാത്ത അങ്ങനത്തെ സ്കീമുകളും നമ്മളെ കടയിലുണ്ട്. എന്താണ് ഒരു കാപ്പവൻ്റെ നെക്ലേസ് 2 ഗ്രാം വരുന്നത്. ഈ സെക്ഷനാണ് നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് പറ്റിയ വെഡ്ഡിങ് സെക്ഷൻ കേട്ടോ. ഇതെല്ലാം വരുന്നത് 10 പവന് താഴേക്കാണ്. എന്നാൽ കാണാനോ അല്ലെങ്കിൽ ലുക്കിലോ വെയിറ്റിലോ കാര്യങ്ങളിലൊന്നും ഒരു കുറവും വരാതെയുള്ള സംഭവങ്ങൾ കേട്ടോ. നല്ല നല്ല, ഞാൻ ആദ്യം നമ്മളെ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ കളക്ഷൻസൊക്കെ കാണിച്ച കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഓരോരോ പണികളും കാണിച്ചതാണ്. അത്രക്കും അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ സൈഡിൽ ഇതിൻ്റെ പണികളൊക്കെ കാണിക്കുന്നുണ്ട്. അടിപൊളിയാണ് ഗൈസ്. ഇത് വന്നിട്ട് നമ്മളുടെ സ്റ്റഡുകളാണ്, സ്റ്റോണിൽ ചെയ്തിട്ടുള്ള സ്റ്റഡ് കേട്ടോ. ഞാൻ ഇവിടെ സൈഡിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ യെല്ലോ സഫയർ. ഇത് റിയൽ എന്താ പറയുക, സ്റ്റോൺ കൊണ്ട് ചെയ്തിട്ടില്ല. യെല്ലോ സഫയർ എന്ന് പറഞ്ഞിട്ടുള്ള റിയൽ സ്റ്റോൺ കൊണ്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടി അട്രാക്റ്റീവായിട്ട് തോന്നി. നല്ല രസമുണ്ട് കാണാൻ. അതെ, നമ്മളെ ഈ ആഭരണമൊക്കെ ആൾക്കാർക്ക് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ പകരം പഴയത് വെച്ച് കഴിഞ്ഞാൽ പുതിയത് കൊണ്ടുപോകാം. എന്നിട്ട് ആ പൈസ തരുന്ന സമയത്ത് പഴയതെടുത്തുകൊണ്ടായാൽ മതി. അപ്പോൾ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ, നമ്മളെ വീട്ടിൽ പഴയതായിട്ടിരിക്കുന്ന സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ജ്വല്ലറിയിൽ ഇത് കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് പുതിയ സ്വർണ്ണം എടുത്ത് പോരാമെന്നാണ്. നമ്മളെ പഴയ സ്വർണ്ണം വെച്ചിട്ട് നമുക്ക് പുതിയ സ്വർണ്ണം എടുക്കാവുന്നതാണ്. ഈ പുതിയ സ്വർണ്ണം എടുത്ത് നമ്മൾ ക്യാഷ് തിരികെ അടക്കുമ്പോൾ, ഈ പുതിയ സ്വർണ്ണത്തിൻ്റെ ക്യാഷ് തിരികെ അടക്കുമ്പോൾ നമ്മളെ പഴയ സ്വർണ്ണം നമുക്ക് കിട്ടും. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ കാണിക്കുന്നതാണ് നമ്മളുടെ ചെയിനാണ് കേട്ടോ, നമ്മളെ മാല. അപ്പോൾ ഇത് എന്താ പറയുക, 1/2 പവനിൽ വരുന്ന ഒരു മാലയാണ് കേട്ടോ. എന്നാൽ കണ്ടാൽ അങ്ങനെ തോന്നത്തേ ഇല്ല. അത്യാവശ്യം പണിയും ലെങ്ത്തൊക്കെ ഉണ്ട്. 1 to 2 ഗ്രാം. ഗൈസ്, ഈ കമ്മലുകളെല്ലാം വരുന്നത് 302 ഗ്രാമിനാണ് കേട്ടോ. പറഞ്ഞാൽ വിശ്വസിക്കുക, എന്ത് ലുക്കല്ലേ കാണാൻ. അടിപൊളി വർക്കുകളാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് പാദസരമാണ്. ഇത് കൈച്ചെയിനാണ് കേട്ടോ. ബാക്കിയുള്ളത് മുഴുവൻ പാദസരങ്ങളാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ. പിന്നെ ചെയിനുകളും പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച സ്റ്റഡുകളുമാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. പണിക്കൂലി തീരെ ഇല്ലാത്തൊരു ജ്വല്ലറിയാണ്. പണിക്കൂലി വളരെ കുറവാണ്. ഈ അന്വേഷിച്ച് നോക്കുമ്പോൾ പൊതുവെ വളരെയധികം പണിക്കൂലി കസ്റ്റമർക്ക് നല്ല സാധനങ്ങൾ കൊടുക്കുന്നതിനും ഒക്കെ നല്ലൊരു അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. കല്ല് പോയിട്ട് സ്വർണം മാത്രം 1 ഗ്രാം ഉണ്ടാവും. ഇതുപോലെ കസ്റ്റമർ എടുത്ത് വെച്ചാണ് എല്ലാം കൂടെ 1 പവനുള്ളൂ ഇട്ടത്. നിങ്ങൾ കേട്ടത് ശരി തന്നെ. ഇതെല്ലാം കൂടി 1 പവന്. എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു വളയാണെന്നാണ് എൻ്റെ ഒരു ഇത്. അത് തന്നെ. പിന്നെ ഒരു മാലയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കമ്മലും 3 മോതിരവും പിന്നെ അതുപോലെ തന്നെ
നമ്മൾ കൈമ നമുക്ക് ചെയ്തു തന്ന കൈച്ചേനും കൂടി ഈ ഒരു സെറ്റിൽ വരുന്നതാണ് കേട്ടോ. ഇതെല്ലാം കൂടിയും 1 പവനാണ് വരുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ മാലയുടെ ലോക്കറ്റൊക്കെ കുഞ്ഞു പൂവാണ് അതിമ ചെയ്തിട്ടുള്ളത്, അടിപൊളിയാണ്. പിന്നെ അതുപോലെ കമ്മലും 3 മോതിരവും ഒക്കെ അടിപൊളിയായിട്ട്, ഇതൊക്കെ പാടെ 1 പവനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയിട്ട് ഇവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കൈച്ചീന്. ഇത് മുത്തൊന്നും കൂട്ടാതെ 1 ഗ്രാം ആണ് ഈ ഒരു കൈച്ചീന് വരുന്നത്. പക്ഷെ കണ്ടാലൊരിക്കലും അത് പറയത്തില്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കും സ്കീമുകൾ എല്ലാ ജ്വല്ലറിയിലും ഉള്ളതെന്ന്. ഈ ഒരു ജ്വല്ലറിയിലെ സ്കീം എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത് നമുക്ക് ചോദിക്കാം. അതായത് അധിക ജ്വല്ലറികളിലും നമ്മളെ ഈ സ്കീമുകളിലൊക്കെ ചേരുന്ന ആൾക്കാർക്ക് ബംഗാളി, ബോംബെ, കൽക്കത്ത അങ്ങനത്തെ മോഡലൊക്കെ കിട്ടും. നമ്മൾ ഏത് മോഡലും പണിക്കൂലി ഇല്ലാതെ കൊടുക്കും. കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട ഈ മൊബൈലിൽ ഫോട്ടോ കാണിച്ചു തന്നാൽ മതി, നമ്മൾ പണിക്ക് വരച്ചു വെച്ചൊരു മോഡൽ. വരച്ചു വെച്ച ഒന്നും മാത്രമല്ല, ഇത് വരച്ചതാണ്, ഇത് വരച്ചതാണ്. ഇതിപ്പോ നമ്മളൊരു കസ്റ്റമർ, ഇതൊരു നമ്മളൊരു US-ലുള്ളൊരു കസ്റ്റമർക്ക് ഡോക്ടറാണ്, അവർക്ക് വരച്ചു തന്നാണ്. അപ്പൊ അവർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മളെ മനസ്സിലുള്ള മോഡൽ നമുക്ക് വരച്ചിട്ട് നമുക്ക് വേണ്ട ആഭരണമാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു ജ്വല്ലറിയിൽ ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് എടുത്ത് പറയുന്ന ഒരു കാര്യം. അപ്പൊ ഇതൊക്കെ ഇതുപോലെ വരച്ച് ചെയ്യിപ്പിച്ച വർക്ക്സ് ആണ് കേട്ടോ. എന്താ ഇപ്പോ എന്താ ഇവിടെ ഗൈസ് കല്യാണാണ്. അപ്പം നമ്മുടെ വീഡിയോയുടെ തമ്പനയിൽ കണ്ട കയറി എന്ന ചങ്കാളോടാണ് ഇന്ന് പറയാനുള്ളത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാങ്ക് ചെയ്തതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ തന്നെ വിളിച്ച് ചെയ്യാനും ഓളുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കലിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സുമായി ബന്ധപ്പെടാനും മറക്കണ്ട. അപ്പം എല്ലാവർക്കും